അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് ഒത്തിരി പേരൊന്നുമില്ല കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് സ്റ്റഡി വ്ളോഗ്. സോ ഞാൻ കുറച്ച് ദിവസമായി ഇതുപോലെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക പകുതിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. ഇന്ന് എന്തായാലും ഞാൻ സോഷ്യലാണ് പഠിക്കാൻ പോകുന്നത്, സോഷ്യൽ സയൻസ്. സോ നമുക്ക് എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ടൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ 8th പഠിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. എല്ലാവരും തന്നെ ഫുള്ളൊക്കെ തീർത്ത് കാണും, പക്ഷേ ഞാൻ ഫുള്ളൊന്നും തീർത്തിട്ടില്ല. എനിക്കിനി റിവിഷനൊക്കെ ചെയ്യണം. പിന്നെ എക്സാമിനിടയ്ക്ക് കുറേ അവധിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ ഭയങ്കര എസ്തെറ്റിക് ആ ഒരു വൈബൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുകയാണ്. ആൻഡ് നിങ്ങൾക്ക് അങ്ങനെ നോട്ടൊന്നും ഒത്തിരി തരാറില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ തരൂ. ബാക്കിയൊക്കെ മെയിനായിട്ട് നമുക്ക് ടെക്സ്റ്റിൽ തന്നെയാണുള്ളത്, അതിൽ നിന്ന് തന്നെ വരുള്ളൂ. സോ നോട്ടിൽ നിന്ന് പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റിൽ തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു വാച്ച് വെച്ച് ഞാൻ ചെയ്തതാണ്. നമ്മുടെ ഷോർട്സിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അത് എൻ്റെ ടൈമറായിട്ട് ഞാൻ എപ്പോഴും അതാണ് വെക്കാറ്. അതല്ല, ഫോണാണ് യൂസ് ചെയ്യുന്നത്. അന്നേരം ഞാൻ നോക്കുമ്പോൾ ഫോൺ കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് അത് യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു ടൈം വെക്കും. ഇപ്പം എത്ര മിനിറ്റ് ആ ഒരു സമയം വെച്ചിട്ട് ആ ഒരു സമയത്തിലൊരു ആൻസർ പഠിക്കും. ഇപ്പോൾ ഈ പഠിക്കുന്ന ആൻസർ ഇൻകാസ് എന്ന് പറഞ്ഞൊരു ആൻസറാണ്. അത് ഫുള്ളുണ്ട്, നല്ല വലുതായിരുന്നു. അതിന് ഞാൻ കറക്റ്റ് എത്ര ടൈം വെച്ചു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത് ഫുള്ള് ഞാനത് കഴിഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് എന്താ റിവിഷൻ ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. ഇനിയിപ്പം എൻ്റെ ഫസ്റ്റ് എക്സാം മലയാളമാണ്. സോ ഞാൻ അതിൻ്റെ റിവിഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ചായയൊക്കെ കുടിക്കുന്നതിന് മുമ്പായിരുന്നു അന്ന് ഞാൻ പഠിച്ചത്. നേരത്തെ ആയിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണ് കണ്ടതൊക്കെ. പിന്നെ ഇതാ നമ്മുടെ സ്കൈ വന്നിട്ടുണ്ട്. ഇതാണ് സ്കൈ. അവൻ്റെ കൂടെയുള്ള ആരെയും കണ്ടില്ല, അപ്പോൾ അവനോട് ഒറ്റയ്ക്കായിരുന്നു, അതുകൊണ്ടാണ് അങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ അവനെയൊക്കെ കാണിച്ചു. അത് ഇനി നെക്സ്റ്റ് ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 ചാപ്റ്റർ കൂടി ഉണ്ട്. എനിക്കാണെങ്കിൽ ചെറിയ ഒരു പനി പോലെ ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് ഒത്തിരി പഠിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ ഉള്ളതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ബാക്കി കണ്ടിന്യൂഷൻ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് പഠിക്കാമെന്നൊക്കെയാണ് ഓർത്തത്. എന്തായാലും ഇതാ വെള്ളമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോട്ടിൽ നിറച്ച് വെച്ചിട്ടുണ്ട്, അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകണ്ടല്ലോ. എന്നിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂഷൻ പഠിക്കാനായിട്ടിരുന്നു. ഇപ്പോൾ ഒരാൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സോഷ്യൽ എങ്ങനെയാണ് പഠിക്കുന്നത്. സോഷ്യൽ സയൻസ് ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്. ടെക്സ്റ്റിൽ നോക്കി ഫുൾ പേജ് ഫുള്ള് ഞാൻ വായിക്കും. തുടക്കം തൊട്ട് ഇങ്ങനെ വായിച്ച് പോയി അവിടെ ആൻസേഴ്സ് കാണുമ്പോൾ അത് പഠിക്കും. അത് പഠിച്ചിട്ട് കുറേ തവണ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നോക്കും. അങ്ങനെയാണ്. അതാ സിംബയെ സാക്ഷിയെല്ലാം അതിൽ ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഞാൻ ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുമായിരുന്നു. ഇത് ഇത്തിരി വലിയൊരു പോർഷനാണ്, അതായത് ഈ ഒരു ബോക്സ് അത് ഫുള്ളിങ്ങനെ സിമ്പിളാണ് കേട്ടോ. പക്ഷേ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കാമായിരുന്നു. ആൻഡ് ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു 7 മിനിറ്റൊക്കെ ഉണ്ടായിരുന്ന വീഡിയോ ആണ് ഫുള്ളും. പക്ഷേ ഞാനിത് എന്താ പറയുക, ഇച്ചിരി കുറച്ച് സ്പീഡൊക്കെ ആക്കിയിട്ടാണ് 4 മിനിറ്റിൽ ആ ഒരു സമയത്തിലൊക്കെ കാണിക്കുന്നത്. സോ നിങ്ങളിത് ഇത്രയൊക്കെ കാണുക. വോയിസ് കേൾപ്പിക്കാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇന്ന് ഇതൊക്കെ വായിക്കുന്നതും ഒക്കെ ഉണ്ട്. ഇപ്പം ഞാൻ ഒത്തിരി ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ കയ്യിലുള്ള സമയത്ത് ഓരോന്നിങ്ങനെ വരച്ച് വെക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒത്തിരി യൂസ് ചെയ്യാറില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പാടുള്ളവരെല്ലാം ഒന്ന് എന്താ പറയുക വോളിയം കുറച്ചുകൂടെ ഹൈ ആക്കി വെക്കുക. പിന്നെ നമ്മുടെ സിംബേനെയും ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ പഠിച്ചാലും ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇവർ വരും, അപ്പോൾ ഞാൻ ഇവരെ ഇങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഈ പരിപാടി എല്ലാം കഴിഞ്ഞെല്ലാം മാറ്റി വയ്ക്കുകയായിരുന്നു. കുറച്ചൊക്കെ പഠിച്ചുള്ളൂ, ഫുള്ളായിട്ടൊന്നും ന്യൂ ചാപ്റ്ററിൽ നിന്ന് ഞാൻ പഠിച്ചില്ല. എനിക്ക് ഒരു ആൻസർ പഠിക്കാൻ തന്നെ കുറേ സമയം എടുക്കും. പിന്നെ എനിക്ക് എപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം. സോ ഞാനൊരു മിനി ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് എന്താ പറയുക, ഒരു പിങ്ക് പർപ്പിൾ, ആ ഒരു പർപ്പിളല്ല, പിങ്ക് ഗ്രീൻ വൈറ്റ്, ഒരു ക്രീം കളർ, ബ്ലൂ കളർ, സ്കൈ ബ്ലൂ കളർ, ആ ഒരു ലൈറ്റ് തീമിലെ ജേർണലാണ് കേട്ടോ. അപ്പം അതുപോലെ ചെറിയ പാസ്റ്റൽ കളേഴ്സൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാനൊരു വലിയ ജേർണൽ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മിനി ജേർണലാക്കിയത്. അങ്ങനെ ഭയങ്കര പെട്ടെന്ന് തന്നെ ഈ ഒരു ജേർണൽ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എഴുതിയത് അത്ര ശരിയായില്ല എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ.